ഭാരവാഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ മറ്റൊരു വിവാദം കൂടി കൊഴുക്കുകയാണ് മെമ്മറി കാർഡ് വിവാദം. കുക്കു പരമേശ്വരന്റെ കൈവശം നിരവധി നടിമാരുടെ വെളിപ്പെടുത്തലടങ്ങിയ മെമ്മറി കാർഡ് ഉണ്ടെന്ന പൊന്നമ്മ ബാബുവിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച് കൂടുതൽ നടിമാർ രംഗത്തെത്തി. മെമ്മറി കാർഡ് ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത കുക്കുവിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. മെമ്മറി കാർഡ് വിവാദം താരസംഘടനയായ അമ്മയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നടി കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉഷ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. മുൻപ് മീട്ടു ആരോപണങ്ങൾക്ക് ശേഷം താരസംഘടനയിലെ കുറച്ച് സ്ത്രീകൾ, അതിൽ 15-ൽ താഴെ വരുന്ന വനിതാ താരങ്ങൾ ചേർന്ന് ഒരു ഹോളിഡേ ഇന്നിൽ ഒരു യോഗം ചേരുകയും അതിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയായിരുന്നു. അതിൽ പലരും തങ്ങൾക്ക് അനുഭവപ്പെട്ട ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഇത് അവിടെ ഒരു വീഡിയോ ക്യാമറയിൽ ചിത്രീകരിക്കുകയും അതിൻ്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് കുക്കു പരമേശ്വരൻ തന്നെ പലരെയും ഈ കാർഡിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്നും, അതായത് അതിൽ സംസാരിച്ച കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ മുന്നോട്ട് വന്ന ഒരു വനിതാ താരത്തെ പോലും ഭീഷണിപ്പെടുത്തും, സ്ഥാനാർത്ഥിയായി നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അതും ഈ മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെന്ന വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു നടി ഉഷ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ നടി പൊന്നമ്മ ബാബുവും ഇതേ ആരോപണം ശരിവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നടി പ്രിയങ്ക ഉൾപ്പെടെ ഉടനെ തന്നെ മാധ്യമങ്ങളെ കണ്ട് അന്ന് നടന്നതിലെ ചില കാര്യങ്ങൾ, ആശങ്കകൾ തനിക്കും അറിയിക്കാനുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും സിനിമാ സംഘടനയിലെ മറ്റ് താരങ്ങൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇടവേള ബാബുവിനാണ് ഈ മെമ്മറി കാർഡ് നൽകിയതെന്ന് കുക്കു പരമേശ്വരൻ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇടവേള ബാബു ഇതിലെ ഒരു രീതിയിലും പ്രതികരിക്കുവാനോ അല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല. കുക്കു പരമേശ്വരന്റെ ഉദ്ദേശം അത് ശരിയായിട്ടുള്ള രീതിയിലേക്കല്ല. ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരെത്തിയാൽ പോലും പല താരങ്ങൾക്കും അത് ഭീഷണിയാകും. ഈ മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞ് അവരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണം എന്ന കടുത്ത നിലപാട് തന്നെയാണ് പല താരങ്ങളും എടുത്തിരിക്കുന്നത്. പക്ഷേ കുക്കു പരമേശ്വരൻ പറയുന്നത് ആ മെമ്മറി കാർഡ് തൻ്റെ കയ്യിലില്ല, അത് ഇടവേള ബാബുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് KPSC ലളിതയാണ് ആ മെമ്മറി കാർഡ് കൊണ്ടുപോയത്. തനിക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധമോ ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് കുക്കു പരമേശ്വരൻ. ഒപ്പം തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസൂയ കൊണ്ടാണ് പല താരങ്ങളും തനിക്കെതിരെ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. എന്നാലും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും താരസംഘടനയിലെ കൂടുതൽ മുതിർന്ന താരങ്ങളടക്കം പ്രതികരിക്കുക എന്ന് കാത്തിരിക്കുകയാണ്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.